റോട്ടറിയുടെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റലേഷനാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ഡയറക്ടർ പബ്ലിക് റിലേഷൻസ് ആദ്യമായി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതായിരിക്കും. ഇത് റോട്ടറി ഇന്റർനാഷണലിന്റെ ഒരു ഉപശാഖയാണ്. ഇത് തികച്ചും ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. ബിസിനസ്സും അതുപോലെ തന്നെ പ്രൊഫഷൻസും അടങ്ങുന്ന വേൾഡായിട്ട് ലോകമെമ്പാടുമുള്ള ഒരു സംഘടനയാണത്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേറിയൻസ് ആയിട്ടുള്ള ബിസിനസ് ആൻഡ് പ്രൊഫഷൻസ് തമ്മിൽ ബിസിനസ് കൈമാറുകയും പബ്ലിക്കിനെ ഏറ്റവും ഉചിതമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും സുപരിചിതമായ രീതിയിലുള്ള ബിസിനസ്സും അല്ലെങ്കിൽ പ്രൊഫഷൻസിന് കണ്ടെത്താനുള്ള സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ RMBF രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ 182ാമത്തെ ചാപ്റ്ററാണ് ഈ ചാലക്കുടി. നാളെ 11-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 5:30 മണിക്കാണ് മെഡോസിൽ വെച്ച് ഇത് പുതിയ സ്ഥാപനം ചെയ്യുന്ന പ്രസിഡന്റാണ് സന്തോഷ്. ഇത്രയാണ് എനിക്ക് ഇൻസ്റ്റലേഷന്റെ ഇവന്റ് ചെയറാണ് റോട്ടേറിയൻ ഷാജു ചെറിയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. 5-6 റോട്ടറി ക്ലബ്ബുകൾ ഒരുമിച്ച് ചാലക്കുടി, മാള, കൊടകര, ഇരിഞ്ഞാലക്കുട കൂടിയുള്ള റോട്ടറി ക്ലബ്ബുകളിലെ ബിസിനസ്സുകാർ ഒരുമിച്ചുള്ള ഒരു സംഘടനയാണ് റോട്ടറി ബിസിനസ്. അതിന്റെ 2ാമത്തെ പ്രസിഡന്റായിട്ടാണ് സന്തോഷ് ബേബി ചെയർമാൻ. റോട്ടറി ഈ RMP എന്ന് പറഞ്ഞാൽ തന്നെ മെയിനായിട്ട് നമ്മൾ പരസ്പരം ബിസിനസ് കൈമാറലാണ്. റോട്ടറി മെമ്പേഴ്സിന്റെ ഒരു ബിസിനസ് ഗ്രൂപ്പാണിത്. പരസ്പരം ബിസിനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള ബിസിനസ്സാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം തന്നെ ഏതാണ്ട് ഒരു 15 കോടി രൂപ മേലെ ബിസിനസ് ഈ ഭാഗത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചാരിറ്റി ആയിട്ട് ഈ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോണ കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷൻ എക്സ്പോ നടത്തി വൻ വിജയമാക്കിയിട്ടുണ്ട്. അതാണ് RMP കാര്യങ്ങളുള്ളത്. ബാക്കി ഇതിന്റെ ഇനാഗുറേഷന്റെ കാര്യങ്ങളൊക്കെ ചെയർ പറയും. നാളെ 5:30-ക്കാണ് നമ്മുടെ സെഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം 6 to 7:30 ബിസിനസ് നെറ്റ്വർക്കിംഗ് ആണ്. ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം നമ്മുടെ ബിസിനസിനെ കുറിച്ച് മറ്റുള്ള പല ക്ലബിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. RMBF കൊച്ചിൻ വരുന്നുണ്ട്, RMBF അങ്കമാലി പാലക്കുന്നുണ്ട്. അപ്പോൾ ഈ അവിടുത്തെയുള്ള എല്ലാ ആൾക്കാരും തമ്മിൽ ഒരുമിച്ച് ഇരുന്നിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കും. ബിസിനസ് വിസിറ്റ് കാർഡ്സ് ഷെയർ ചെയ്യും, നമ്മുടെ കാറ്റലോഗ്സ് ഷെയർ ചെയ്യും. അതാണ് ദാറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 6 to 7:30. ആക്ച്വൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30-ക്കാണ്. നമ്മുടെ ഈ ഇൻസ്റ്റലേഷൻ സെറമണി ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് റൊട്ടേറിയൻ സജീവ് മഞ്ഞിലയാണ്. സജീവ് മഞ്ഞില എന്ന് പറഞ്ഞാൽ നമ്മുടെ WOSന്റെ ഫോർമർ ചെയർമാനാണ്. മാത്രമല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് ഓഫ് ചേംബർ ഓഫ് കോമേഴ്സ് ആണ് തൃശ്ശൂർ ചാപ്റ്ററിന്റെ. ഇതാണ് ഈ റോട്ടേറിയൻ ബിന്ദു ആന്റണിയാണ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത്. അത് RMBF കൊച്ചിനിലുള്ള റോട്ടേറിയൻ ബിന്ദു ആന്റണിയാണ്. ഇത്രയാണ് ആ ഇൻസ്റ്റലേഷൻ സെറമണിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഒരു ഫൗണ്ടർ RMBF ചെയർമാന്റെ കീഴിൽ നമ്മളൊരു ക്ലോസ് ബിസിനസ് നെറ്റ്വർക്കായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് ബിസിനസ് തന്നിട്ടുള്ള ആൾക്കാരെ നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു, അവരെ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ പോയിട്ടുള്ളത്. ഈ പ്രാവശ്യം നമ്മൾ അതിന് വേറൊരു കാര്യം കൂടി ചെയ്തത്, നമ്മുടെ പിന്നാക്കം പോകുന്ന ബിസിനസ്സുകാർക്ക്, നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സിൻ്റെ തന്നെ ഹു ആർ ഫോളോയിങ് ബിഹൈൻഡ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക, അവരെയും കൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു പ്ലാനും കൂടി ഉണ്ടായിട്ടാണ് ഈ കൊല്ലത്തെ ചാപ്റ്റർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. താങ്ക് യു. എന്താ പറയുക, അത് നമ്മൾ കഴിഞ്ഞ 6 മാസം മുമ്പ് ചെയർമാൻ്റെ ഇതിൽ ചാലക്കുടി ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ റോട്ടറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ വീക്കിലി മീറ്റിംഗ്സും കാര്യങ്ങളും നടക്കും. RMB എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് നമ്മുടെ റൊട്ടേറിയൻസ് തന്നെയാണ് RMBയിലേക്ക് വരുന്നത്. അവരെ നമ്മൾ എൻകറേജ് ചെയ്യണം, ബിസിനസ്സിന് വേണ്ടിയിട്ട് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കണം. അങ്ങനെ അവരെ നല്ലൊരു ബിസിനസ് കിട്ടാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുക ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് കൊടുക്കണം. നമുക്കറിയാവുന്ന മേഖലകളിലെ കണക്ഷൻസ് ഉപയോഗിച്ചിട്ട് റെഫറൻസ് കൊടുത്ത് അവരെ നല്ലൊരു
ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. അത് ഞങ്ങൾ എല്ലാ വീക്കിലും മീറ്റിങ്ങുകളും ഉണ്ട്. മീറ്റിങ്ങുകളിൽ ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടും. മീറ്റിങ്ങിൻ്റെ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ ഡിക്ലെയർ ചെയ്യും. ഇതാണ് RMB എന്ന് പറയുന്നത്. ഒരു ഇപ്പോ 32 പേരുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു അമെന്റ്മെന്റും കൂടി വരുത്തിയിട്ടുണ്ട്. നമ്മുടെ വൈമാൻ റെഗുലേഷൻ പോലെ ഓഡിയൻസിന് മാത്രം 1000 വരെ. ഇപ്പൊ ഈ കൊല്ലം നമ്മളൊരു ചെറിയ അമെന്റ്മെന്റ് വരുത്തിയിട്ടുള്ളത്, നമ്മുടെ RMBF ഇവർക്ക് റോട്ടേറിയൻസ് അല്ലാത്തവർക്കും ജോയിൻ ചെയ്യാം. 5000 റുപ്പീസ് ഉള്ളൂ അതിനകത്ത്. പക്ഷെ 2 ടേമിനുള്ളിൽ അവർക്ക് അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, കൂടുതൽ ബിസിനസ് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ജോയിൻ ആസ് എ റോട്ടേറിയൻ. അങ്ങനെ ഒരു അമെന്റ്മെന്റും കൂടി വരുത്തുന്നത്. അപ്പൊ റോട്ടേറിയൻസ് അല്ലാത്തവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ 2 ടേം കൂടി കഴിയുന്ന ഒരു കൊല്ലത്തിലും ഒരു ടേം 6 മന്ത്സ് ആണ്. 2 ടേം കഴിയുമ്പോൾ അവർ റോട്ടേറിയൻസ് ആയിട്ട് ജോയിൻ ചെയ്യണം. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. മെയിൻ ഇമ്പോർട്ടന്റ് മാറ്റർ എന്ന് വെച്ചാൽ ഇതില് എവരി ക്ലാസിഫിക്കേഷനിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഒരു ഗോൾഡ് മെർച്ചന്റ് ആണെങ്കിൽ ഒരാള്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ ഒരാള്, ആർക്കിടെക്ട് ആണെങ്കിൽ ഒരാള്, അങ്ങനെ എല്ലാ ക്ലാസിഫിക്കേഷനും ബിസിനസ്സും ഒരേ ഒരു ആളെ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. ഇത് ചാലക്കുടി മേഖല മാത്രമല്ല, ഇപ്പോൾ മറ്റുള്ള റോട്ടറി ക്ലബ് ഇരിഞ്ഞാലക്കുട, മാള, കൊടകര, അതിരപ്പള്ളി അങ്ങനത്തെ എല്ലാ ക്ലബിന്റെ മെമ്പേഴ്സിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു സംരംഭമാണ്. അവിടെയുള്ള എല്ലായിടത്തും ബിസിനസ്സുകാർക്കും നന്നായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ സഹകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇത് ഞങ്ങൾ വിചാരിച്ചാൽ ബാക്കിയുള്ളവരിലേക്ക് എത്തില്ല. കൂടുതൽ മെമ്പേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്, കൂട്ടായ്മ ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരെയും നാളത്തെ ഫംഗ്ഷന് ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. താങ്ക് യു. ഇപ്പൊ ഗോൾഡ് ജ്വല്ലറി ഒരാളെ ഉണ്ടാവാൻ പറ്റില്ല. അത് പക്ഷെ സിൽവർ ആണ് ചെയ്യണമെന്ന് തന്നെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് ഓൾവേസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഗോൾഡ് ലോൺ കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ എടുക്കുന്നത്, പക്ഷെ ഒരു കാറ്റഗറിയിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഒരുപാട് മേഖലകളുണ്ട്. അതിന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. മെമ്പേഴ്സിന് നമ്മൾ ഇതിപ്പോ 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. മുന്നേ ചാർട്ടർ പ്രസിഡന്റ് അജയ് കുമാറാണ്, ലക്ഷ്മി കോളേജിന്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ആൾക്കാരെ എവരി ക്ലാസിഫിക്കേഷൻ നമ്മൾ എടുക്കും. ഓവർസീസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഒരു ഡിവിഷൻ ആക്കാം. പക്ഷെ അത് ബിസിനസ് ആണ്. ബിസിനസ് അല്ല, ആള് ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് നടത്തുന്ന ആളാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് കുറെ മേഖലകളുണ്ട്. എനിക്ക് 100-ലധികം മേഖലകളുണ്ട്. അതിന് ആൾക്കാരെ തെരഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വർഷം ഈ റോട്ടേറിയൻ അല്ലാത്ത ബിസിനസ്സുകാരെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ആ ഒരു വർഷം കൊണ്ട് അവർക്ക് മാക്സിമം മോട്ടിവേഷൻ നമ്മൾ RMBF കൊടുക്കും. ആ ഡെവലപ്പ് ചെയ്ത് അവര് ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് റോട്ടേറിയൻ ആവാനുള്ള എല്ലാ സാധ്യതകളും കൊടുക്കുകയും ചെയ്യും. ഇനി ഇഷ്ടംപോലെ മേഖലകളുണ്ട്. അക്വാകൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, ഇതിലൊക്കെ പെടുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഹോട്ടൽ മേഖലയിൽ തന്നെ ഡിവൈഡ് ചെയ്തെടുക്കാം. എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രിയൽ ആൾക്കാർ, എല്ലാ രീതിയിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പൊ കുറച്ച് സെലക്റ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പൊ 32 ഉള്ളൂ. ഈ കൊല്ലം നമുക്കൊരു 6 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അറൌണ്ട് 38 മെമ്പേഴ്സ് ആണ് എക്സ്പെക്ടഡ്. ഈ പ്രാവശ്യത്തെ ഇൻസ്റ്റലേഷൻ സെറമണിക്ക് വരുന്ന കുറച്ച് ഗസ്റ്റുകൾ ഉണ്ട്. അവർ ആ അന്നത്തെ ദിവസത്തെ ആ ഒരു ഇത് കണ്ടിട്ട് അവർക്ക് അറിയില്ല എന്താണ് ബിസിനസ് നെറ്റ്വർക്കിംഗ്, അതിന്റെ ഇമ്പോർട്ടൻസും അതുകൊണ്ടുള്ള ഗുണമേന്മകളും അവർക്ക് അറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരും ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരുന്ന കുറച്ച് ഗസ്റ്റുകളും ഉണ്ട് അവിടെ. 6 പേര് ജോയിൻ ചെയ്ത് 38 പേരും എല്ലാം വിവിധ ക്ലാസിഫിക്കേഷനാണ്. ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനാണ്.